പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ സ്വന്തത്തോട് ആവശ്യപ്പെടുന്നതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഹിജ്റയിലും സ്ത്രീ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആണുങ്ങളെന്ന പോലെ ഇസ്ലാമിൻ്റെ ഏത് ദൗത്യങ്ങളിലും ത്യാഗം ചെയ്തവരാണ് പൂർവ്വകാല സ്ത്രീരത്നങ്ങളായ സഹാബി വനിതകളും മറ്റു നമ്മുടെ പൂർവ്വസ്മൃതികളായ സഹോദരിമാരുമൊക്കെ. സാമൂഹികമായ ദൗത്യങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഹിജ്റ നമ്മോട് പറയുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അഖബ ഉടമ്പടി നടക്കുന്ന സന്ദർഭത്തിൽ അവിടെയും ഉണ്ടായിരുന്നു 2 സ്ത്രീകളുടെ സാന്നിധ്യം. വളരെ രഹസ്യമായി ആരും അറിയാതെ ആ 2 സ്ത്രീകളും ഈ സംഘത്തോടൊപ്പം ഒരു കരാർ, വലിയൊരു കരാർ ഉണ്ടാക്കാൻ വേണ്ടി, രാഷ്ട്രത്തിന്റെ ഉടമ്പടി ഉണ്ടാക്കാൻ വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ സന്ദർഭത്തിൽ, പലായനത്തിന്റെ സന്ദർഭത്തിൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗർ ഗുഹയിൽ തങ്ങുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം എത്തിച്ചതാരാണ്? അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയാണ്. അസ്മാ ബീവി എന്ന് പറഞ്ഞാൽ അന്ന് ഗർഭിണിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അവർക്ക് അടി കിട്ടി. അബൂജഹൽ വന്ന് വീട്ടിലേക്ക്, എവിടെ മുഹമ്മദും നിന്റെ വാപ്പയും എവിടെയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു എനിക്കറിയില്ല. കൊടുത്തപ്പം കരണക്കുട്ടിക്ക് അബൂജഹൽ താഴെ വീണു ഗർഭിണിയായ അസ്മാ റളിയല്ലാഹു അൻഹ. വാപ്പ വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, മോളെ ബാപ്പാന്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി, മോളെ പിന്നെ നിന്റെ സഹോദരിയൊക്കെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അബൂബക്കർ പോയില്ലേ, എന്തൊരു ക്രൂരതയാണ് ചെയ്തത് എന്ന് പറയാൻ വേണ്ടി. ബാപ്പാക്ക് കണ്ണാണില്ല. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താ, കുറച്ച് നാണയങ്ങൾ പോലെയുള്ള കല്ലുകളൊക്കെ പെറുക്കി വെച്ച് കണ്ട് അതിൻ്റെ മേലെ ഒരു 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 തുണിയും വിരിച്ചുകൊണ്ട് പാപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട്, ഇതാ ഞങ്ങളെ വെറുതെ കിട്ടുന്നല്ല പോയത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ചെലവിനുള്ള മുഴുവൻ പൈസയും ഇവിടെ വെച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞായിട്ട് കാണിച്ചു. ആ അങ്ങനെയാണല്ലേ പോയിട്ടുള്ളത്, എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒക്കെ പുറമെ ശത്രുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ വേണ്ടി നട്ടോട്ടോടെയാണ്. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. ധീരമായ വല്ലാത്തൊരു ദൗത്യമാണ്. ധീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിന്റെ കണ്ണ് വെട്ടിക്കണം, അവരാക്രമണം ഭയപ്പെടണം, പിന്നെ തൻ്റെ പൂക്കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ, എൻ്റെ വാപ്പാന്റെ സ്വകാര്യത പൊളിയാനും പാടില്ല. വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തൗർ ഗുഹ പോയിട്ടുണ്ടോ? മല കയറിയിട്ടുണ്ടോ? കയറിയൊരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? ഒന്ന് കയറി നോക്കണം, ഒന്ന് കയറി നോക്കണം തൗർ ഗുഹ എവിടെ എത്തണം എന്നുള്ളത്. മക്കത്തുനിന്ന് നടന്നു പോയിട്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വീട് എവിടെയാണെന്ന് അറിയോ? കാബന്റെ അടുത്ത്, അതിന്റെ ചുറ്റുഭാഗത്ത്, അതിന്റെ അടുത്ത് തന്നെയാണ്. ഇപ്പൊ മക്തബക്കുള്ള ഭാഗത്താണ്. ഉംറക്ക് ഹജ്ജിനൊക്കെ പോയവർക്ക് അറിയാം. അവിടെ നിന്ന് നടന്നു പോകണം. എങ്ങോട്ട്? കിലോമീറ്ററുകൾ തെക്ക് ഭാഗത്തേക്ക്. മദീന കിഴക്ക് ഭാഗത്താണ്, ഇത് തെക്ക് ഭാഗത്ത്. തെക്ക് ഭാഗത്തേക്ക് എത്ര കിലോമീറ്റർ എടുക്കണം? 5-6 കിലോമീറ്റർ. എന്നിട്ടോ ഈ മല കയറണം. ഇപ്പൊ തന്നെ മല നിങ്ങൾ കയറി വെക്കാണ്. ഇപ്പൊ കയറാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ അത് കയറുന്ന പണി ഏകദേശം അങ്ങോട്ട് കയറാൻ ഞങ്ങൾ 1.5 മണിക്കൂർ പിടിച്ചു. ഏത്? അതിന്റെ താഴ്വാരത്തിൽ വണ്ടിയേറ്റ് പോയിട്ട് അവിടുന്ന് കയറാൻ വേണ്ടി തിരിച്ചറിഞ്ഞിട്ട് ആ ഇറക്കം കണ്ട് ഇറങ്ങി അടിയിലെത്തിയപ്പോഴത്തേനും മസിലൊക്കെ കൂടിയാണ്ട് കയറി. ഇത്രയും ദൂരം മല കയറിയിട്ട് ഈ ശത്രുവിന്റെ മുഴുവനും കണ്ണ് വെട്ടിച്ചിട്ട് ധീരമായി ഭക്ഷണം ഉണ്ടാക്കി മേലെ കൊണ്ടുപോയി കൊടുത്ത ആളാരാ? അസ്മാ റളിയല്ലാഹു അൻഹ. ആ അസ്മാ റളിയല്ലാഹു അൻഹ ചെയ്ത ത്യാഗം ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒരു പേരിട്ടത് ദാത്തുൻ നിതാഖൈൻ, ഇരട്ട പട്ടക്കാരി എന്ന്. വസ്ത്രം പൊതിയാനൊരു സമയത്ത് വേറൊന്നും കിട്ടാതിരുന്നപ്പോൾ തന്റെ അരയിൽ കെട്ടുന്ന നിതാഖ് അത് 2 കീറാക്കിയിട്ട് ഒരു കീർ അരിയിലും കെട്ടി ഒരു കീറെടുത്ത് കണ്ട് ഭക്ഷണം പൊതിഞ്ഞ് നബിന്റെ അടുക്കലെത്തി. ആ ദാത്തുൻ നിതാഖൈൻ എന്നുള്ള പേരെന്താ അറിയാം? സ്വർഗത്തിലെ ഇരട്ടപ്പട്ടക്കാരി എന്നാണ്. ആ ത്യാഗം ചെയ്തതിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തത് എന്താ? സ്വർഗത്തിലെ ഇരട്ടപ്പട്ടക്കാരിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ സമ്പൂർണതയിൽ, നുബുവത്തിന്റെ കാര്യത്തിൽ, ഹിജ്റയുടെ കാര്യത്തിൽ, പ്രവാചക വിയോഗത്തിന്റെ കാര്യത്തിൽ, പ്രവാചകന്റെ പോരാട്ടത്തിന്റെ കാര്യത്തിൽ, ഹിജ്റയും ജിഹാദിലും എവിടെയും സ്ത്രീ സാന്നിധ്യമില്ലാത്ത ഒരു പോരാട്ടവും ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികൾ പരസ്പരം മിത്രങ്ങളാണ്.
വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ആണുങ്ങളും പെണ്ണുങ്ങളും മിത്രങ്ങളാണ്. ഏത് കാര്യത്തിലും മിത്രങ്ങളാണ്. ദീനിന്റെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ യഅ്മുറു ബിൽ മഅറൂഫ് വയൻഹാ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക. നമ്മൾ ഇന്ന് കാണുന്ന ഈ ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് എന്ന് പറയുന്ന കുടുംബ ബന്ധം തകർക്കുന്ന ബന്ധങ്ങളുണ്ടല്ലോ, അതിലല്ല ഐക്യം, അതിലല്ല സൗഹൃദം വേണ്ടത് ഏത് കാര്യത്തിലാണ്? കുടുംബത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ, ദീനിനെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ, കുടുംബം തകർക്കുന്ന കാര്യത്തിലല്ല. ഒരു ആൺ സുഹൃത്തിന്റെയും പെൺ സുഹൃത്തിന്റെയും ഒക്കെ നമ്മളെ കഥപ്പെട്ട് കേട്ടല്ലോ കണ്ണൂരിൽ നിന്നല്ലേ. അതിന്റെ പേരിൽ ആ പെൺകുട്ടി ആത്മഹത്യ, 40 വയസ്സുള്ള ഒരു സ്ത്രീ ആത്മഹത്യ. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കണില്ല, വിഷയം വേറാണ്, ഇൻഷാ അല്ലാഹ് വേറൊരു വെള്ളിയാഴ്ച പറയാം. അതിലല്ല, നന്മയുടെ കാര്യത്തിൽ, കുടുംബബന്ധം സുദൃഢമാക്കുന്ന കാര്യത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കാര്യത്തിൽ, അവരുടെ ദീനിയായ കാര്യത്തിൽ, ഇസ്ലാമിന്റെ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന കാര്യത്തിൽ, ദഅവത്ത് ചെയ്യുന്ന കാര്യത്തിൽ, നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ പരസ്പരം മിത്രങ്ങളായി ഈ ഉമ്മത്തിലെ സഹോദരിമാരും സഹോദരന്മാരും ഒന്നിച്ച് കൈകോർക്കണം. സഹാബത്തും സഹാബി വനിതകളും കൈകോർത്ത് പിടിച്ചതുപോലെ, ദീനിന് വേണ്ടി സമർപ്പിച്ചതുപോലെ, ത്യാഗം ചെയ്തതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ്